ജില്ലാ കലക്ടർ ഇടപെടണം, ഇല്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിക്കും. കാസർകോട്ടെ ദേലമ്പാടിയിൽ നിന്നും 400ഓളം വരുന്ന കുടുംബങ്ങളുടെ വേറിട്ട പ്രതിഷേധം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങിയ ഒരു ഗ്രാമം. കാസർഗോഡ് ജില്ലയിലെ ദേലമ്പാടി പഞ്ചായത്തിൽ 15-16 വാർഡുകളിലെ 400ഓളം വരുന്ന വോട്ടർമാരാണ് വോട്ട് ബഹിഷ്കരിക്കും എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അടിസ്ഥാന വികസന കാര്യത്തിൽ മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ തങ്ങളുടെ ഗ്രാമത്തെ അവഗണിച്ചു എന്നാണ് ഇവരുടെ പരാതി. വാർഡ് 15 നോയിംവേട് അഡത്തെടുക്ക പ്രദേശവാസികളും വാർഡ് 16 കോമ്പോഡ് നിവാസികളുമാണ് വോട്ട് ബഹിഷ്കരണം എന്ന പ്രതിഷേധവുമായി മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ 15 വർഷത്തിൽ അധികമായി ഈ നാട്ടുകാർക്ക് പേരിന് പോലും ഒരു വികസനവും കിട്ടിയിട്ടില്ല. ഈ നാട്ടിലേക്ക് സ്വന്തമായി കേരളത്തിൽ നിന്നും ഒരു റോഡ് പോലും ഇല്ല. നിലവിൽ കർണാടകയിലെ പള്ളത്തൂർ വഴിയാണ് ഇവിടുത്തുകാർ നൂജിബെട്ടുവിലേക്ക് എത്തുന്നത്. കേരള വനത്തിലൂടെ പഴക്കം ചെന്ന ബ്രിട്ടീഷ് കാലത്തെ റോഡ് നിലവിലുണ്ടെങ്കിലും യാത്രാ സൗകര്യം ദുസ്സഹമാണ്. ഈ റോഡ് കോൺക്രീറ്റ് ചെയ്ത് നന്നാക്കി തരണമെന്നാണ് ഇവിടുത്തുകാരുടെ പ്രധാന ആവശ്യം. കർണാടക വഴി നൂജിബെട്ടുവിലെത്താൻ നാട്ടുകാർ ഇപ്പോൾ ആശ്രയിക്കുന്നത് എരിക്കടവ് പാലത്തിനെയാണ്. ലോക്ക്ഡൌൺ സമയത്ത് കർണാടക മണ്ണിട്ടടച്ച് യാത്ര തടസ്സപ്പെടുത്തിയത് വഴി ഏറെ ദുരിതം പേറിയതും ഈ നാട്ടുകാരാണ്. ലോക്ക്ഡൌൺ കാലത്ത് മാസങ്ങളോളമാണ് കേരളത്തിലായിരുന്നിട്ടും ഇവിടുത്തുകാർ ഒറ്റപ്പെട്ടത്. ഇതിന് പ്രധാന കാരണം വനത്തിലൂടെയുള്ള യഥാർത്ഥ റോഡ് കേരള സർക്കാർ നന്നാക്കാത്തതാണ്. പഞ്ചായത്ത് അധികൃതരോ MLAയോ MP യോ തിരിഞ്ഞു നോക്കിയില്ല എന്നും നാട്ടുകാർ പറഞ്ഞു. പറപ്പ നൂജിബെട്ടു വരുന്നൊരു റോഡുണ്ട്, ഒരു കാട്ടൂർ കൊണ്ട് വരുന്ന റോഡ്. ആ റോഡിൽ കുറേ ഇത് ആനങ്ങന്ന് വരുമ്പോൾ നമുക്ക് കുറേ പേടിയായിട്ട് റോഡ് പാങ്ങില്ല. ആ റോഡ് ഒരു പാങ്ങാക്കണം. അതേ രീതി ഈ ഈടുന്ന് കർണാടക പോകുന്ന റോഡ് അതും അങ്ങനെയുണ്ട്. ഈ റോഡ് പാങ്ങാക്കണം. ഇവിടെ കമ്മ്യൂണിറ്റി ഹാള് അങ്ങനെ അവിടെ ഉണ്ട്, ഒരു ബോറുണ്ട്, എല്ലാം ഒരു ശിഥിലാവസ്ഥയിലുണ്ട്. അല്ലെ പാങ്ങാക്കാൻ പറഞ്ഞിട്ട് ഇത് എല്ലാ രാഷ്ട്രീയക്കാർക്ക് അറിയണം പറഞ്ഞിട്ട് ഞങ്ങൾ വോട്ട് ബഹിഷ്കരിക്കുന്നത്. ഇത്രയോ ഞാൻ ഈ പഞ്ചായത്തിനെല്ലാം കൊടുത്തിന് ഒരു ഈ ഇത്രയോളം എന്ത് എടുത്തിട്ടില്ല, പണിയെടുത്തിട്ടില്ല. എന്തിൻ്റെ അവസ്ഥ നമ്മൾ മുസ്താഫിനെ കൊണ്ട് പ്രസിഡൻ്റാണ് കൊണ്ട് കൂട്ടിയിട്ട് അന്ന് കുറച്ച് പൈസ കെട്ടാൻ പറഞ്ഞു. ലാസ്റ്റ് പൈസ ഇപ്പോൾ നമ്മൾ എന്തിനു നമ്മൾ ഇത് എല്ലാ പാപ്പന്മാരെ ആരും കൊടുക്കാൻ പൈസ ഇല്ല. അങ്ങനെ ലാസ്റ്റ് നോക്കാം ഇപ്പോൾ ലാസ്റ്റ് എന്ത് പൈസ വെച്ചിട്ടേ ഇല്ല. പൈസ അങ്ങോട്ട് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പാലത്ത് ആക്കാൻ വേണ്ടിയിട്ട് പാലാക്കാനും നാട്ടാർ പൈസ കൊടുക്കണോ? നാട്ടാർ കൊടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇതാക്കണം. പഞ്ചായത്ത് പൈസ കുറച്ച് കൂട്ടുമ്പോൾ നാട്ടാർ കുറച്ച് കൂട്ടണോ? ഈ പാപ്പന്മാർ തന്നെ ജാസ്തി ഇത് നമ്മൾ കയ്യാറ് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഇവിടെ ഇത് 16ാമത്തെ വാർഡാ? വാർഡ് നമ്പർ 16ാമത്തെ വാർഡാണ്. നിങ്ങളുടെ പേര്? സുബൈറായി. ഈ റോഡ് ഇപ്പോൾ ഇങ്ങനെയുള്ള റോഡ് ഇപ്പോൾ ആക്കിയതായി നാട്ടുകാരനെ കൊമ്പോട്ട് മുൾപ്പാറുകാരനെ ആക്കിയത്. പിന്നെ ആരോട് ഞാൻ പൈസ നോക്കിയിട്ടില്ല. ഇപ്പോൾ അതിന് നിർത്തല്ലേ, അതിന് കൂടെ നമ്മൾ നാട്ടുകാരനെ കൊടുത്ത പൈസ കൊടുത്തു, ആരും കൊടുത്തിട്ടില്ല. പിന്നെ പുറത്തുനിന്ന് നിങ്ങൾ പഞ്ചായത്തിലല്ലാണ്ട് MLA നടത്തിയ സംഭവം പറഞ്ഞായിരുന്നു? MP കൊണ്ട് കൂട്ടി ഈ നേടിയിൽ വന്നിട്ട് എൻ്റെ പണ്ട് ഞങ്ങൾ കൊടുക്കാം, പിന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. MLA പറഞ്ഞിട്ടില്ല? MLA എല്ലാ മെമ്പറെല്ലാം ചോദിച്ചിട്ടുള്ള ഉണ്ട്. കോൺഗ്രസ് അല്ലേ ഈ വാർഡ് കോൺഗ്രസ് ആയതുകൊണ്ട് ഇപ്പോൾ LDF ഭരിക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ എന്ത് കൊടുത്തിട്ടില്ല. ഇത് UDF അല്ലേ, അങ്ങനെ എന്ത് കൊടുത്തിട്ടില്ല. റോഡിൽ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ആക്കുന്നില്ല. പണ്ടെല്ലാം ഒരു പാളാക്കുന്ന അതിനെ കൊടുത്തോണ്ടുണ്ടായി, വീടാക്കിക്കൊണ്ടുണ്ടായി. അപ്പോൾ എല്ലാം ഇപ്പോൾ ആ സ്കീമെല്ലാം ഇല്ല. എല്ലാം 15ാമത്തെ വാർഡും UDF തന്നെ. 15, 16 UDF. പൂജപ്പടി മാത്രം മാർക്കിസ്റ്റ്. അവിടെ വികസനം ഉണ്ടോ? അവിടെ എന്തില്ല, കുറേ എന്ത് ഇവിടെ ഈ വാർഡില്ലേ നാളെ ഒന്നും ആർക്കും ഒരു പുര കൊടുത്തിട്ടില്ല. ഈ കൊല്ലത്ത് പാസ്സായിട്ടുള്ള ഉണ്ട്, വീടെല്ലാം കുറേ എല്ലാം പാസ്സായി, ആർക്കും കൊടുത്തിട്ടില്ല.
ഇത് എങ്ങനെ കണക്ക് ഇത്? ബ്രിട്ടീഷ് ഗവൺമെന്റ് ആ ഇത് റോഡ് അപ്പോൾ ബ്രിട്ടീഷ് ഉണ്ടാകുമ്പോഴേ ഇത് റോഡ് പാസ്സായി പറഞ്ഞിട്ട് ആ അത് അപ്പോൾ ആ റോഡെല്ലാം ഉണ്ടായിട്ട് ഇത് തന്നെ ഫസ്റ്റ് റോഡായിരുന്നു. ഫസ്റ്റ് റോഡ് വള്ളത്തൂർ റോഡ് ഉണ്ടായിട്ടില്ല. ആ. ഇതന്നെ റോഡ് ഫസ്റ്റ്. ഇപ്പൊ കർണാടകത്തിൽ നിങ്ങൾക്ക് റോഡ് ഉണ്ടല്ലോ, ഇപ്പൊ ഉണ്ട്, ആ. മുൻപ് ഉണ്ടായിട്ടില്ല. അതിപ്പോ അടുത്തിട്ടായത്. ആ അടുത്തതായി അപ്പൊ നിങ്ങൾക്ക് കേരള ഗവൺമെന്റിന്റെ റോഡ് ഇതുവഴി, ഇത് ഈ ഫോറസ്റ്റ് വഴിയുള്ള റോഡ് ഫോറസ്റ്റ് റോഡ് അല്ലേ? പക്രോട്ടി പരപ്പ പക്രോട്ടിന് നോയിട്ടില്ല കൊള്ളാനിക്ക് പാസ്സായ റോഡ്. ഇല്ല ഈ റോഡിൽ തന്നെ പോവാൻ ഫസ്റ്റ് ഉണ്ടായത്. ആ ആ അപ്പൊ ഈ ആ റോഡിനുള്ള തെളിവാണ് ഈ കല്ല്. ഏത് അതിന്റെ സ്കെച്ച് അല്ല ആ. ഫോറസ്റ്റ് ഓഫീസ് കൊടുക്കുന്നില്ല. നിങ്ങൾ ചോദിച്ചോ? ചോദിച്ചു ആ അപ്പൊ ഈ ഫോറസ്റ്റ് റോഡ് നന്നാക്കണമെന്ന് നിങ്ങൾ പറഞ്ഞോ? പറഞ്ഞു കുറേ ഇത് അപ്ലൈ ചെയ്തു. അതിന് വേണ്ടി അമ്പലത്തിന് വേണ്ടി കൊടുത്തു, ആ. എല്ലാ വിഷയത്തിനും കൊടുത്തു. പരപ്പയിലെ പക്രൂട്ടിയിൽ നിന്നും നോജിബട്ടുവിലേക്ക് ഉപയോഗിക്കുന്ന റോഡാണ് നിങ്ങൾ ഈ കാണുന്നത്. കാലാകാലങ്ങളായി ഞങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല. ജില്ലാ കളക്ടർ, വനം വകുപ്പ് മന്ത്രിക്ക് വരെ നിവേദനങ്ങൾ നൽകിയിട്ട് ഈ റോഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 300-400 ഇടയിൽ കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ഗ്രാമത്തിലേക്ക് കേരളത്തിൽ കൂടി കടന്നു വരാൻ പറ്റുന്ന ഏക റോഡാണ് ഈ പരപ്പയിലെ പക്രുട്ടി റോഡ്. ഈ റോഡിൻ്റെ ശോചനീയമായ അവസ്ഥ കൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നത് ലോക്ക്ഡൗൺ സമയത്ത് 1.5 മാസം ഇവിടെയുള്ള ഗ്രാമീണർക്ക് പുറത്തിറങ്ങാനോ പുറത്തുള്ളവർക്ക് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനോ കഴിയാത്ത ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ പ്രതിഷേധിച്ചിട്ട് ഇപ്രാവശ്യത്തെ വോട്ട് നമ്മൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ അമ്പല കമ്മിറ്റി, അതുപോലെ തന്നെ പള്ളി എല്ലാം ഉള്ള ഒരു നാടായിട്ടും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരാളും നമ്മുടെ ഈ നാടിനെ പരിഗണിക്കാത്തതിൽ അമർഷവും ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഈ ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. നമുക്ക് തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ കർണാടകമാണ്. അതിൽ നിന്നൊരു റോഡ് ഈ നാട്ടിലേക്ക് വരുന്നുണ്ട്. അത് ലോക്ക്ഡൗൺ സമയത്ത് കർണാടകം എല്ലാ അതിർത്തിയിലും മണ്ണിട്ട് മൂടിയിരുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ നോജിബട്ട് ഭാഗത്തേക്ക് വരുന്ന റോഡും മണ്ണിട്ട് മൂടി. പിന്നീട് നമുക്ക് ഏക ആശ്രമമായിരുന്ന പരപ്പ പക്രൂട്ടി നോജിബട്ട് റോഡാണ്. അതാണെങ്കിൽ നടന്നു പോകാൻ തന്നെ പ്രയാസമാണ്. വാഹന യാത്ര സൗകര്യത്തിൻ്റെ കാര്യം പറയേണ്ടതില്ല, നടന്നു പോകാൻ തന്നെ പ്രയാസമാകുന്നതാണ് ആ റോഡ്. കാലാകാലങ്ങളായി ഈ റോഡ് ഉണ്ടെങ്കിലും അതിനെ ഗതാഗത യോഗ്യമാക്കാൻ ജനപ്രതിനിധികളോ പഞ്ചായത്തോ ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് വളരെ ഖേദകരം. ആയതിനാൽ നമ്മൾ പല പ്രാവശ്യം പല ഭാഗത്തും മുട്ടിയെങ്കിലും ഈ പക്രൂട്ടി പരപ്പ നോജിബട്ടിലേക്കുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ വളരെയധികം ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് ദുഃഖമുണ്ട്, പ്രതിഷേധമുണ്ട്. ആയതിനാൽ ഇവിടെ താമസിക്കുന്ന 400ഓളം വരുന്ന വീടുകൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ജനപ്രതിനിധികളെയും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെയും അറിയുന്നതിന് വേണ്ടി ഇവിടെ അറിയിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ അംഗനവാടി ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞുപോയി. താൽക്കാലികമായി കമ്മ്യൂണിറ്റി ഹാൾ ഇപ്പോൾ അംഗനവാടി നടക്കുകയാണ്. 6 മാസത്തേനാണ് ചോദിച്ചത്. ഇപ്പോൾ 3 വർഷത്തോളമായി കമ്മ്യൂണിറ്റി ഹാളിൽ തന്നെ അംഗനവാടിയും ഉള്ളത്. അപ്പോൾ അതും നഷ്ടപ്പെട്ട രീതിയിലാണ്. അങ്ങനെ നമുക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ ഈ 15-16 വാർഡിലേക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദത്തോടെ ദുഃഖത്തോടെ സമൂഹത്തെ അറിയിക്കുകയാണ്. നിലവിൽ കർണാടക വഴി നോജിബട്ടുവിലെത്താൻ നാട്ടുകാർ ഉപയോഗിക്കുന്ന റോഡിനും എരിക്കടവ് പാലത്തിനുമെല്ലാം ഒരു കോട്ടയം മണമുണ്ട്.
കാരണം കോട്ടയത്തുകാരനായ എം മാത്യു എന്ന കർഷകൻ നൂജുവെട്ടുവിൽ താമസമാക്കിയ കാലം. അന്ന് അദ്ദേഹം നാട്ടുകാരെയും കൂട്ടി മന്ത്രിയായിരുന്ന കെ മാണിയെ കാണാൻ പാലായിൽ പോയതും പാലം പണിയാനുള്ള അനുമതി വാങ്ങിയതും ഇവിടുത്തുകാർ ഇന്നും ഓർക്കുന്നു. 2003 കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ദേലമ്പാടി പഞ്ചായത്ത് നൂജുവെട്ടുവിൽ പണിത അംഗനവാടി കെട്ടിടം ഇപ്പോൾ അപകടത്തിലാണ്. താൽക്കാലികമായി അടുത്തുള്ള ഒറ്റമുറി SC കമ്മ്യൂണിറ്റി ഹാളിലാണ് അംഗനവാടി പ്രവർത്തിക്കുന്നത്. വൈദ്യുതിയോ വെള്ളമോ ഇല്ല. വെള്ളത്തിനായി വർഷങ്ങൾക്ക് മുമ്പ് പണിത കുഴൽക്കിണർ ഉപയോഗിക്കാൻ പറ്റാത്ത വിധം നശിച്ചിരിക്കുന്നു. വനത്തോട് ചുറ്റപ്പെട്ട ഈ ഗ്രാമത്തിൽ കാട്ടാന ശല്യവും മറ്റു വന്യമൃഗശല്യവും കൂടുതലാണ്. അതിനും പരിഹാരം വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ബന്ധപ്പെട്ട അധികാരികൾ ഉറപ്പ് നൽകിയാൽ മാത്രമേ വോട്ട് എന്ന കടമ ഞങ്ങൾ നിർവഹിക്കൂ എന്നും നാട്ടുകാർ പറഞ്ഞു. വോട്ട് ചോദിച്ച് കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തിയ ജില്ലാ പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥി PB ഷെഫീഖിനോട് ഇക്കാര്യങ്ങൾ നാട്ടുകാർ പറയുകയും ചെയ്തു. വികസന കാര്യങ്ങളിൽ രേഖാമൂലമുള്ള ഉറപ്പ് ആവശ്യമാണെന്നും ഈ കാര്യങ്ങളിൽ ജില്ലയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ചാനൽ RB.